ഒരുപാട് പേടിപ്പിച്ച് ദേഷ്യപ്പെട്ടൊന്നും പഠിപ്പിക്കാറില്ല. പാവം ടീച്ചർ. ഞാൻ അവരുടെ കൂടെ എന്തെങ്കിലും കളിചിരിയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കളിയാക്കി. ഇതെന്തത് മുദ്ര കണ്ടാൽ എനിക്ക് എന്നെ മാതാൻ പോണ പോലെ ഉണ്ടല്ലോ, ഇതെങ്ങനെയാണോ മുദ്ര പിടിക്കുന്നത്, അങ്ങനത്തെയൊക്കെ കളിയാക്കലും കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ പിള്ളേര് കുറച്ച് അറ്റൻറ്റീവായിട്ട് നിൽക്കും. പേടിയില്ലെങ്കിൽ, എനിക്ക് പേടിപ്പിച്ച് പഠിപ്പിക്കാൻ ആക്ച്വലി അറിയില്ല. അതുകൊണ്ട് അങ്ങനെ പേടിപ്പിച്ച് പഠിപ്പിക്കാറില്ല. അപ്പൊ ഫുൾ നമ്മൾ കളിയും ഫണ്ണും ഒക്കെ ആയിട്ട് തന്നെയാണ്. ഇനിയിപ്പോ സിനിമയിലേക്ക് തിരിച്ച് വരുന്നുണ്ടോ? ഇപ്പൊ നവ്യ ചേച്ചി 12 ഇയേഴ്സിന് ശേഷം വന്നു. ഇപ്പൊ ചേച്ചി ആകാശഗംഗ 2 ചെയ്തു. പക്ഷെ എന്നാലും ഇനിയിപ്പോ സിനിമയിലേക്ക് തിരിച്ചു വരാൻ പ്ലാൻസ് ഉണ്ട്. എനിക്ക് ഉറപ്പാണ് സ്ക്രിപ്റ്റ് ഒന്നും കേൾക്കാതെ ഇരിക്കുന്നുണ്ടാവില്ല. ആകാശഗംഗ 2 ആക്ച്വലി ഞാനായിട്ട് അഭിനയിച്ചില്ല. അവര് ഇനിഷ്യൽ മൂവിയുടെ ക്ലിപ്സ് ചേച്ചിയുടെ ഒരു പ്രസൻസ് അതിനകത്ത് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാന് അതെ സ്ക്രിപ്റ്റ്സുകൾ കേൾക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് സമയമാകുമ്പോൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. ഇവരില്ല അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല, അങ്ങനത്തെ തീരുമാനങ്ങളൊന്നുമില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ലൈനപ്പായി വരണം ഞാൻ അവിടെ നിന്ന് എത്തണമെങ്കിൽ. അതുകൊണ്ട് അതുപോലേക്ക് ഇപ്പൊ US-ലാണെന്നുള്ളതൊരു റീസൺ ആണോ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിന്റെ? അങ്ങനെയില്ല. ഇപ്പോഴത്തെ ഒരു സ്റ്റേജില് ലോകം ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുക. സോ അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വന്ന് ഇറ്റ് ഈസ് ഡൂവബിൾ ആണ്, പോസിബിൾ ആണ്. അന്നും ഡൂവബിൾ ആയിരുന്നു. പിന്നെ അത് ഒരുപാട് ഗ്യാപ്പ് അങ്ങനെ വന്നത് കുട്ടികളും അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റീസും ഡാൻസ് സ്കൂളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അപ്പം അങ്ങനെയൊക്കെ അപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ സ്ക്രിപ്റ്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ട് അതിൻ്റെ ടൈമിങ് വരുമ്പോൾ ഒന്നെങ്കിൽ അവിടെ മാറിപ്പോവും, അല്ലെങ്കിൽ അതിൻ്റെ അവർ സെറ്റ് ആകുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഏറെക്കാലമായി സിനിമകളിൽ കാണാറില്ലെങ്കിലും ദിവ്യ ഉണ്ണിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല. അത്രയും മികച്ച കഥാപാത്രങ്ങളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ ദിവ്യ ഒരു കാലഘട്ടത്തിൽ തിളങ്ങി നിന്നിരുന്നു. മഞ്ജു വാര്യർ, ദിവ്യ ഉണ്ണി എന്നിവർ മലയാളത്തിൽ ഒരുപോലെ തിളങ്ങി നിന്ന കാലഘട്ടമായിരുന്നു അത്. വിവാഹശേഷമാണ് ദിവ്യ ഉണ്ണി അഭിനയ രംഗത്ത് നിന്നും മാറിയതും അമേരിക്കയിലേക്ക് പോകുന്നതും. പിന്നീട് നൃത്തത്തിലേക്ക് ദിവ്യ പൂർണ്ണ ശ്രദ്ധ നൽകി. നൃത്ത അധ്യാപികയുമാണ് ദിവ്യ. 2013 പുറത്തിറങ്ങിയ മുസാഫിർ എന്ന സിനിമയിൽ അതിഥി വേഷത്തിലാണ് ദിവ്യ ഉണ്ണി അവസാനമായി അഭിനയിച്ചത്. 90കളുടെ അവസാനം സിനിമ വിട്ട ദിവ്യ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചെയ്ത ഏക സിനിമയാണിത്. പിന്നീട് ഒരിക്കലും നടിയെ പ്രേക്ഷകർ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല. വിവാഹശേഷം സിനിമകളിൽ നിന്ന് മാറി നിന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ദിവ്യ ഉണ്ണി. ചെവി കവർ ചെയ്യണം, ഒരു ചെവി വലുതാണ്, അപ്പോൾ ഒരു ചെവി കവർ ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ചെയ്യുന്നു. അവർ ഭയങ്കര ഇങ്ങനെ ട്രൈ ചെയ്യുന്നു, അങ്ങനെ ട്രൈ ചെയ്യുന്നു, ആ ആംഗിൾ ഈ ആംഗിൾ. എൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെയാ ഓർക്കേണ്ടത്, ഹിസ്റ്ററി, സിവിക്സ്, ജോഗ്രഫി, ഇതൊക്കെയാണ് എൻ്റെ തലയിൽ. അപ്പോൾ ആദ്യത്തെ 5-6 ദിവസം അങ്ങനെയായിരുന്നു. അപ്പം അതാണ് ഓർമ്മ. പക്ഷെ ഇപ്പോഴും ചേച്ചിക്ക് സത്യം പറഞ്ഞാൽ മാറ്റമൊന്നുമില്ല. എനിക്ക് ഇപ്പോഴും ആ സിനിമ ഓർക്കുമ്പോ അതേപോലെ പറഞ്ഞിരിക്കണം. മണിച്ചേട്ടൻ എങ്ങനെയായിരുന്നു സെറ്റിൽ? ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കും. വളരെ എന്റർടൈനിങ് ആയിരുന്നു. അതെ, ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് ആക്ച്വലി. ഒരു സോങ് സീക്വൻസ് ഉണ്ട് അതില്, പിന്നെ ഒരുപാട് കോമഡി സീൻസ് ഉണ്ട് ആക്ച്വലി. അതില് ഒത്തിരി പേരുണ്ട്. ജഗതി അങ്കിൾ ഉണ്ട്, ഇന്ദ്രൻ സേട്ടനുണ്ട്, സൈനൊക്കെ ഉണ്ടായിരുന്നു, ലളിത ആൻറ്റി, ചിപ്പി ചേച്ചി, ജഗദീഷ് ചേട്ടൻ, ഭയങ്കര സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു. സോ അതില് ആക്ച്വലി കല്യാണ വീട് പോലെയായിരുന്നു. എന്നിട്ട് അവരാരും, രാജു അങ്കിൾ ഉണ്ടായിരുന്നു, അവരാരും ഒരു ബിഗിനർ ആണ് നമ്മുടെ കൂടെ. അങ്ങനത്തെ ഒരു സ്ട്രെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഇപ്പം എന്തെങ്കിലും ഡയലോഗ്, ദിലീപേട്ടനാണെങ്കിലും എന്തെങ്കിലും ഡയലോഗിൻ്റെ പ്രാക്ടീസോ റിഹേഴ്സലോ, പിന്നെ ആദ്യത്തെ സിനിമയല്ലേ, അപ്പം നമ്മൾ ഹെവി ആയിട്ടുള്ള, അതായത് ഇപ്പോൾ കരയണ സീനും അങ്ങനത്തെയൊക്കെ സീക്വൻസ് വരുമ്പോഴും നമ്മൾ പരിചയമായി വരുന്നല്ലേ ഉള്ളൂ. അമേരിക്കയിലേക്ക് പോയ ശേഷം 1.5 വർഷത്തോളം സീരിയൽ ചെയ്തിരുന്നു. മാസത്തിൽ 10 ദിവസം ഷൂട്ട്, പിന്നെ 2 സിനിമകൾ തീർത്തു കൊടുക്കാനും ഉണ്ടായിരുന്നു. കമ്മിറ്റ്മെന്റുകൾ തീർത്തപ്പോഴേക്കും 3 വർഷമായി. 2003-ലാണ് ഡാൻസ് സ്കൂൾ തുടങ്ങിയത്. 22-ാം വയസ്സിലാണ് അമേരിക്കയിലേക്ക് എത്തിയതെന്നും ദിവ്യ ഉണ്ണി പറയുന്നു. മികച്ച അവസരങ്ങൾ ലഭിക്കെ കരിയർ വിടാൻ എങ്ങനെ ധൈര്യമെന്നു എന്ന ചോദ്യം നേരിടാറുണ്ട്. എന്നാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്കൂൾ ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വരാൻ എങ്ങനെ ചങ്കൂറ്റമുണ്ടായെന്ന് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ലെന്നും ദിവ്യ ഉണ്ണി ചിരിയോടെ പറയുന്നു. ഉയരക്കൂടുതൽ കാരണം യുവനടന്മാർക്കൊപ്പം തനിക്ക് അവസരങ്ങൾ ലഭിച്ചില്ല എന്നത് ഗോസിപ്പ് മാത്രമാണെന്നും ദിവ്യ ഉണ്ണി വ്യക്തമാക്കി.
അമേരിക്കയിൽ നൃത്തവിദ്യാലയം തുടങ്ങിയതിനെക്കുറിച്ചും ദിവ്യ ഉണ്ണി പറയുന്നുണ്ട്. അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് നൃത്ത പരിപാടികൾ അവിടെ ചെയ്തു. ഹൂസ്റ്റൺ ഇന്ത്യക്കാർ കൂടുതലുള്ള സ്ഥലമാണ്. എന്തുകൊണ്ട് അവിടെ ഡാൻസ് സ്കൂൾ തുടങ്ങിക്കൂടാ? കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള പ്രസൻസ് ഇപ്പോൾ ഇവിടെയില്ല. പിന്തുണയുണ്ടാകുമെന്ന് അവർ എന്നോട് പറഞ്ഞു. ഇപ്പോഴും ആ പിന്തുണയുണ്ടെന്നും ദിവ്യ പറയുന്നു. സിനിമ താൻ ഉപേക്ഷിച്ചതല്ല എന്നും ദിവ്യ ഉണ്ണി പറയുന്നുണ്ട്. ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ മറ്റു തിരക്കുകൾ കാരണം സിനിമ ചെയ്യാനാകില്ല എന്നും ദിവ്യ പറയുന്നുണ്ട്. നൃത്തരംഗത്ത് ദിവ്യ ഇപ്പോഴും സജീവമാണ്. ഒപ്പം കുടുംബജീവിതത്തിലേക്കും ശ്രദ്ധ നൽകുന്നു. മികച്ച സിനിമകളുമായി ദിവ്യ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ദിവ്യയുടെ സമകാലീനരായിരുന്ന പല നടിമാരും ഇടവേള അവസാനിപ്പിച്ച് കരിയറിൽ സജീവമാണ് ഇപ്പോൾ. തന്നെ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മളുടെ മുഖത്തെ ഫേസ് മസിൽസ് ആർ ഡൂയിങ് ദാറ്റ്. ഒരു ഇമോഷൻ ഇപ്പോൾ രൗദ്രമാണെങ്കിൽ അത്, അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ട് നോക്കലാണെങ്കിൽ അത്, കണ്ണിങ്നെസ് ആണ്. ഇമോഷൻസ് ദാറ്റ് കം ഔട്ട് ആർ സെയിം. പക്ഷെ നമ്മുടെ ലുക്ക് മാറുമ്പോൾ ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ആ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റിംഗ് വരുമ്പോൾ ആളുകളിലാണല്ലോ ഒരു ഇതുണ്ടാവുക. ഓക്കെ, ഒരു മറവത്തൂർ കനവ്. ഒരു മറവത്തൂർ കനവ് ലാൽ ജോസാറിന്റെ ഫസ്റ്റ് സിനിമ. കോഴിയുടെ സീൻ എനിക്ക് ആദ്യം ഓർമ്മ വരിക. ഞാനാണെങ്കിൽ പ്യോർ വെജിറ്റേറിയൻ. എന്നിട്ട് ഞാൻ വിളമ്പി കൊടുക്കലൊക്കെ ഉണ്ട്. ചിക്കൻ കറിയൊക്കെ വിളമ്പി കൊടുക്കണ സീനൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഓടുന്ന സീക്വൻസ് ഉണ്ടായിരുന്നു. ഒരു പാവടയും ബ്ലൗസ് കൊടുത്തിട്ട് രാവിലെ തൊട്ട് ഓടാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ ഓടലായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓടൂ. ഓക്കെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കുറച്ച് ഓടി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ. അപ്പൊ ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യണ്ട. രാവിലെ എഴുന്നേരം എന്തായാലും അതൊരു ഓറഞ്ചും മഞ്ഞയും ഇങ്ങനെ ഒരു അത് ഇട്ടിട്ട് ഈ പൊള്ളാച്ചിയിലെ വെയിലില് നല്ല സുഖം. രാവിലെ 7 മണി തൊട്ട് 7:30 നല്ല സുഖം. എവരിഡേ ഫ്രീ. ഇപ്പോഴത്തെ പോലെ ജിം മെമ്പർഷിപ്പ് ഒന്നും ആവശ്യമില്ല. ഡെയിലി രാവിലെ അതായിരുന്നു ഒരു മെമ്മറി. നല്ല ലൊക്കേഷൻ ആയിരുന്നു തോന്നുന്നു, ആ വീടിരുന്ന സ്ഥലവും എല്ലാം. അതെല്ലാം അവര് ഒരുമാതിരി പകുതിയൊക്കെ സെറ്റ് ഇട്ടതാണ്. പിന്നെ അതിൽ സുകുമാരിയമ്മ ഉണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ അച്ഛനും സുകുമാരിയമ്മയും കൂടെ ഇങ്ങനെ, സുകുമാരിയമ്മ ഒരുപാട് അമ്പലങ്ങൾ അറിയാം, എപ്പോഴും അമ്പലങ്ങളിലൊക്കെ പോകും. അപ്പോൾ ഡെയിലി നമ്മളിപ്പോൾ ഉച്ചയ്ക്കാണ് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ രാവിലെ വണ്ടി എടുത്ത് മരുതമല, മോളെ നീ അവിടെ പോയിട്ടുണ്ടോ, ശരി മാ ബാ നമുക്ക് പോവാം. ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ കുറേ അമ്പലങ്ങൾ, ആ ഏരിയയിലുള്ള കുറേ അമ്പലങ്ങളൊക്കെ, കാരണം സുകുമാരിയമ്മ ഒരുപാട് ഷൂട്ടിംഗ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഷി നോസ് എല്ലാ സ്ഥലങ്ങളും. അങ്ങനെ എന്നിട്ട് കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ, അതിനൊക്കെ ഓരോ ഹിസ്റ്ററി ഉണ്ട്. അപ്പം എനിക്ക് ഇഷ്ടം അതൊക്കെ അപ്പോൾ കേൾക്കാനും അവിടെ പോയി തൊഴാനും ഒക്കെ. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ ചുറ്റിനുള്ള, ഉച്ചയ്ക്കാണ് ഷൂട്ടിംഗ് ആണെങ്കിൽ നമ്മൾ രാവിലെ പിലിഗ്രിമേജ് ആണ്. വൈകുന്നേരം ആണെങ്കിൽ വെറുതെ, ആക്ച്വലി വെറുതെ ഇരിക്കലല്ല, BA-ക്കുള്ള പഠിക്കാനുള്ള പുസ്തകമൊക്കെ പെട്ടിയിലുണ്ടായിരുന്നു. പക്ഷെ നമ്മള് ദൈവത്തിനോടും കൂടെ പോയി പറഞ്ഞേക്കാം. അവിടുന്ന് ആദ്യം അതെ, അത് ആദ്യം വർക്കൗട്ട് ആക്കാം, പിന്നെ നമുക്ക് പെട്ടി തുറക്കാം. അപ്പോ എപ്പോഴും ഇങ്ങനെ എൻ്റെ അമ്മ, നിനക്ക് ഷൂട്ടിംഗ് ഇല്ല, ഇന്ന് വെറുതെ ഇരിക്കുകയാണെന്ന് നീ പറയരുത്, നിന്റെ പെട്ടിയിലെ ബുക്കുള്ളത് നീ മറക്കരുത്. അമ്മ ടീച്ചറായിട്ട് അത് ഉള്ളിൽ ഇങ്ങനെ വരും. എന്റെ പ്രീ-ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ സിനിമയുടെ കരിയർ ഉള്ള സമയത്ത് തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ അമ്മ അത് ഭയങ്കരമായിട്ട് നോക്കാം. അമ്മ കൂടെ വരുന്ന സമയത്താണല്ലേ കുറച്ചും അച്ഛനാണ്. അപ്പൊ അച്ഛനെ ഇങ്ങനെ രാവിലെ അമ്മ വിളിച്ചിട്ട്, അവളെല്ലാം വായിക്കണ്ടോ, അവളെല്ലാം പഠിക്കണ്ടോ ഇതൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ പക്ഷെ ഇതാണ് ഒരു മെമ്മറി. ഒരുപാട് അമ്പലങ്ങളിൽ പോയതും പിന്നെ ശ്രീനിയേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ, അതിൽ ഒരുപാട്, അതും എല്ലാം ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമകളാണ്. ലാസ്റ്റ് കഥാനായകൻ. കഥാനായകൻ ഇസ് അനദർ കല്യാണ വീടെന്നൊന്നും പറഞ്ഞാൽ പോരാത്. അതുമല്ല, എനിക്കറിയില്ല അതിനെന്താ ഒരു എന്താ എംപയർ എന്നോ വല്ല കിങ്ഡം എന്നൊക്കെ പറയേണ്ടി വരും. ആക്ച്വലി അതില് ഒരു കാറ് എനിക്ക് സമ്മാനമായിട്ട് തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം ഞാൻ അതിന് തൊട്ട് മുമ്പ് ഒരു സിനിമ കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമ കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ, അതെൻ്റെ 3ാമത്തെ ചിത്രമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അതിനാണ് ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത് ആക്ച്വലി.